ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തു സബ്ജക്റ്റ് മുഴുവൻ. കഴിഞ്ഞ തവണ ഞാൻ എല്ലാ സബ്ജക്റ്റും പഠിക്കും. പക്ഷെ ഒന്നിനും എക്സാംസ് ഒന്നും കളക്ട് ചെയ്യേണ്ടതില്ല. ഇത്തവണ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തു. വേണ്ടത് മാത്രം പഠിച്ചു. അത് കൃത്യമായിട്ട് എഴുതി. അതാണ് ഞാൻ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം. ഞാൻ ആൻസർ റൈറ്റിംഗില് എക്സാമ്പിൾസ് കൊണ്ടുവരാൻ നോക്കി. ഇപ്പം അമൃതന്റെ പേപ്പറിൽ കുറെ എക്സാമ്പിൾസ് ഉണ്ടാവും. അപ്പൊ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കീവേഡ്സ് ഒന്നും എഴുതില്ല. എനിക്ക് കണ്ടന്റ് ഭയങ്കര കുറവായിരുന്നു. സോ ഫസ്റ്റ് മെയിൻസ് ഞാൻ എഴുതുന്ന സമയത്ത് അമൃതന്റെ സെക്കൻഡ് മെയിൻസ് ആണ്. അപ്പൊ അതൊക്കെ എനിക്ക് എംബൈബ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നി. പിന്നെ ഞാൻ എന്റെ ഓപ്ഷനിൽ ഭയങ്കര വീക്ക് ആയിരുന്നത്, ഞാൻ സെൽഫ് വർക്ക് കുറെ ഇട്ടിട്ടുണ്ട്. അതിന് കണ്ടന്റ് എൻറിച്ച്മെന്റ് വേറൊരു ഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചെയ്തു. അപ്പൊ അത് ചെയ്തപ്പം എനിക്ക് ഞാൻ കുറച്ച് ടാർഗറ്റഡ് ആയിട്ടാണ് പോയത്. എന്റെ വീക്ക് ഏരിയാസ് നോക്കിയാണ് പോയത്. അപ്പൊ അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഞാൻ അങ്കിതന്റെ അടുത്തുനിന്ന് എത്തിക്സ് ആൻഡ് എസ്സേയിൽ എന്റെ അപ്രോച്ച് അത്ര കറക്റ്റ് ആയിരുന്നില്ല. എനിക്ക് എപ്പോഴും കഴിഞ്ഞ തവണ എനിക്ക് 81 ആയിരുന്നു എന്റെ സ്കോർ. ഇത്തവണ അത് 124 എത്തി. അപ്പൊ ഞാൻ അങ്കിതന്റെ പേപ്പറും ബാക്കി ടോപ്പേഴ്സിന്റെ പേപ്പറും ഒക്കെ റെഫർ ചെയ്ത് അവരെങ്ങനെ തിങ്ക് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ അപ്രോച്ച് മാറ്റി. പിന്നെ എനിക്ക് നിതിൻ സാർ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് അയച്ചു തന്നിട്ടുണ്ട്. സാറാണ് അതിന്റെ അപ്രോച്ച് അതിൽ മാറ്റി ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നത്. അപ്പം അങ്ങനെയാണ് എനിക്ക് എത്തിക്സ് ആൻഡ് എസ്സേ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ കേസ് സ്റ്റഡീസ്, എത്തിക്സിന്റെ കേസ് സ്റ്റഡീസ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ചിന്തിക്കാം, അതിന് ഏതൊക്കെ വശങ്ങളുണ്ട് എന്നുള്ളത്. ആ കേസ് സ്റ്റഡി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈവൻ എന്റെ ഫസ്റ്റ് മെയിൻസിന്റെ സമയത്തും അത് നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് ഇങ്ങനെ ഇരുന്ന് നോക്കുമായിരുന്നു. പിന്നെ ആൻസർ കീസും ഒക്കും പോലെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് വായിക്കും. അപ്പൊ പെട്ടെന്ന് അത് കഴിയും, ഫിനിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ കുറെ ഉണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങള്. ഞങ്ങൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്തിരുന്നു. നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഫുൾ നമുക്ക് അത്ര സ്ട്രെസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ പോകും. അങ്ങനെ ആ സ്ട്രെസ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്ത് നടക്കാൻ പോകും, എല്ലാവരും ഒന്നിച്ച് സിനിമയ്ക്ക് പോകും. നമ്മൾ ചായ കുടിക്കാൻ പോകുന്നതായിരുന്നു മെയിൻ. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണോ റീഡ് വരുന്നത്. ബിക്കോസ് ഏറ്റവും അവസാനം സ്ട്രെസ് ആയിട്ടേ ബുക്കിന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോ മടുക്കുന്ന ഒരു മൊമെന്റ് വരും. അപ്പോഴൊക്കെ നമ്മൾ ഇറങ്ങുക. എന്റെ രാത്രിയില് അമൃത റൂമിൽ വരും, ഭയങ്കരമായിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ആ ഒരു മൊമെന്റ്സ് ഒക്കെ നല്ല രസമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സ്ട്രെസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ കുറെയൊക്കെ ഭയങ്കര എൻജോയബിൾ ആവും. ഞാൻ കമ്മിറ്റ് ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും ഡിസിപ്ലിൻഡ് ആയിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസിപ്ലിൻഡ് ആയ നമ്മൾ സ്ട്രെസ്സും കുറയും, കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ഈ ജേർണി പോകും. പിന്നെ ഇത്ര അറ്റംപ്റ്റ് എടുക്കേണ്ടി വരില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. പിന്നെ ഗൈഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ ഇനീഷ്യൽ ഒരു 3 അറ്റംപ്റ്റ്സിൽ എനിക്ക് നല്ല ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ 4th ആൻഡ് 5th അറ്റംപ്റ്റിലാണ് എനിക്ക് നല്ല ഗൈഡൻസ് കിട്ടിയത്. 5th അറ്റംപ്റ്റിൽ പ്രത്യേകിച്ചും എന്റെ അപ്രോച്ച് ഇപ്പൊ എത്തിക്സിലും എസ്സേയിലും ചേഞ്ച് ചെയ്ത് തന്നത് നിതിൻ സാറാണ്. അപ്പോൾ ആ ടൈമിൽ എന്റെ മാർക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ആയി. ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതി, എന്നാൽ കോട്ട് എല്ലാം ഉണ്ട്, കീവേഡ് ഉണ്ട്. പിന്നെ ഹൈലൈറ്റ് ചെയ്തു, പ്രസന്റേഷൻ ഇമ്പ്രൂവ് ചെയ്തു. അപ്പൊ എനിക്ക് ഈ ഒരു മെയിൻസിൽ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രിലിംസിന് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഇനീഷ്യലി ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ ടൈമിൽ ഫണ്ടമെന്റൽ ബുക്സ് ഒക്കെ റീഡ് ചെയ്തു. അതിനുശേഷം അത് ചെയ്യാതെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തു. എന്നിട്ട് അതിന്റെ ആൻസർ കീ വെച്ച് പഠിച്ചു. പിന്നെ ഡൈവേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ചെയ്തു. എന്നിട്ട് അതിന്റെ ഒരു നമുക്ക് തോന്നുന്ന ഒരു ലോജിക്കൽ പാറ്റേൺ, അതിൽ നിന്ന് കിട്ടിയ ലോജിക്കൽ പാറ്റേൺ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ കറക്റ്റ് ചെയ്തു, നമ്മുടെ കോഴ്സ് കറക്റ്റ് ചെയ്തു. അങ്ങനെയായിരുന്നു പ്രിലിംസ് ക്ലിയർ ചെയ്തത്. ഞാൻ പ്രിലിംസിന്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം കണ്ടന്റ് ആൻഡ് മാക്സിമൈസിങ് മൈ എന്തൊക്കെ എനിക്ക് അതിൽ നിന്ന് കിട്ടാവോ നോളജ്, അതായിരുന്നു എൻ്റെ ഒരു ഇത്. സോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിലിംസ് ഞാൻ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് എൻ്റെ ബേസിക് ടെക്സ്റ്റ് ബുക്സ് എല്ലാം ഞാൻ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ എം സമ്മൺ ലുക്കിംഗ് ഫോർ ദ മിനിമം കണ്ടന്റ്. പക്ഷെ ബാക്കിയെല്ലാം ലോജിക്ക് വെച്ച് ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ്. ആൻഡ് ദെൻ ഐ വെന്റ് ബാക്ക്, ഐ അനലൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പം ഞാൻ ഏതൊക്കെ ഏരിയയിൽ നിന്ന് വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ നോളജ് കിട്ടുമായിരുന്നു. ഞാൻ അങ്ങനെ റിവേഴ്സ് ആണ് പോയത്. ആൻഡ് അതിൽ നിന്ന് ഞാൻ എക്സ്ട്രാ ഏൻഷ്യൻ മിഡീവൽ എവിടുന്ന് വായിക്കണമായിരുന്നു, ആൻഡ് എക്കണോമിക്സ് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് ഏരിയാസ് മാത്രം നോക്കി ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ സെക്കൻഡ് പ്രിലിംസ് ക്ലിയർ ആവുന്നത്. ആൻഡ് ഓൾസോ ഞാൻ കുറച്ചും കൂടി എൻ്റെ ലോജിക്കൽ അനാലിസിസ്
ഞാൻ കുറച്ചും കൂടി സ്ട്രോങ് ആക്കി, ഞാൻ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയി. ആൻഡ് പേഷ്യൻസ്, ഇതൊക്കെയാണ് ആ ഒരു ടൈമിൽ ആ റൂമിൽ വർക്ക് ചെയ്തത്. എനിക്ക് ആ സമയത്ത് ഞാൻ കുറച്ചും കൂടി ആ ഒരു മൈൻഡ് സെറ്റോടെയാണ് പോയത്. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കാൻ പോകുന്നത്, ആൻഡ് ദിസ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു വർക്ക് ഔട്ട് ഫോർ മീ. ഞാൻ ഈ ഒരു റേഞ്ചിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു ക്ലിയർ ദ എക്സാം. അതെനിക്കറിയായിരുന്നു. ബിക്കോസ് ആഫ്റ്റർ ഒരു 75-80 ഒക്കെ ഞാൻ ചെയ്ത് ക്രോസ് ചെയ്താൽ പിന്നെ ഞാൻ നെഗറ്റീവ് ആയിരിക്കും പോകുന്നത്. അപ്പൊ എനിക്ക് എന്റെ റേഞ്ച് ഞാൻ ഒത്തിരി നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വർക്ക് ഫോർ മീ. കിട്ടാത്തപ്പം നെക്സ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ളതായിരുന്നു ഒരാശ്വാസം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ രണ്ടുപേരും ഡിഫറെന്റ് സ്റ്റേജിൽ നിന്ന ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് വി ഡോണ്ട് ഹാവ് എനി വേർഡ്സ് ഓൺ ഹൗ ടു എക്സ്പ്രസ്, ബിക്കോസ് നമുക്ക് ആ സിറ്റുവേഷൻ അറിയാം. അപ്പൊ നമ്മൾ എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള വി ഗെറ്റ് ലോസ് ഫോർ വേർഡ്സ് അറ്റ് ദാറ്റ് മൊമെന്റ്. ബട്ട് ഐ തിങ്ക് ഷീ ഓൾസോ അണ്ടർസ്റ്റുഡ് അറ്റ് ദാറ്റ്. നമ്മൾ രണ്ടുപേരും ആ ഒരു ടൈം കൊടുത്തു, രണ്ടുപേർക്കും ഒന്ന് ഹീൽ ആവാനുള്ള ടൈം കൊടുത്തു. പിന്നെ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ വർക്ക് ചെയ്യാം എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു. ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ ടൈമിൽ എനിക്ക് അരുൺ സാറ് എക്കണോമിക്സ് ആൻഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ഒരു സെഷൻ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് എന്നെ ആ ഏരിയയിൽ ആൻസർ ഫ്രെയിം ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതേപോലെ തന്നെ അച്യുത് സാർ ഇവിടെ എൻ്റെ പേഴ്സണൽ മെന്റർ അല്ലെങ്കിൽ പോലും സാറ് എനിക്ക് ആ ഡെവലപ്മെന്റ് ഏരിയയിൽ കുറെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് തരികയും അതിന് 1-on-1 സെഷൻ എടുക്കുകയും ചെയ്തു. പിന്നെ നിതിൻ സാർ എനിക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തു എൻ്റെ ത്രൂ ഔട്ട് മൈ മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ ജേർണി. സാറിന് ഒരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ സാറ് ക്രിസ്പ് ആയിട്ടുള്ള നോട്ട്സ് നമുക്ക് അയച്ചു തരുമായിരുന്നു. അപ്പൊ അതെനിക്ക് റിവൈസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സാറായിരുന്നു എന്നെ ആ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുള്ള ഒരാൾ. Fortune IAS Academy. More than just an academy.